നമസ്കാരം, ഞാനൊരു ഫെമിനിറ്റി തള്ളയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മടിയായതുകൊണ്ടല്ല, എനിക്ക് വയ്യ, എനിക്ക് പനിയാണ്. എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയുന്നു, ആസിഫ് മോനെ ചെയ്യടാ, നീയും കൂടി ചെയ്യടാ മോനെ, ഒരു തള്ളയ്ക്ക് ഭയങ്കര കുഴപ്പമെന്ന് പറയുന്നുണ്ട്. എന്ത് തള്ളയാണ്, ഏത് തള്ളയാണ്, എവിടുത്തെ തള്ളയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ദേഷ്യം വരുന്നുണ്ട്, ദേഷ്യത്തിൻ്റെ എക്സ്പ്രഷനാണിത്. കാര്യത്തിലോട്ട് വരാം. ആ പെണ്ണുപിള്ളയുടെ പേരെന്തോ എന്തോ ഷെഫീന ബീവി എന്ന് പറയുന്ന ഒരു തള്ള ഒരു പാവപ്പെട്ട ഒരു കൊച്ചിനെ എന്ത് ക്രൂരമായിട്ടാണ് ആ തള്ള പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. രണ്ടാമത് കാണുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും എന്താ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ എൻ്റെ അക്കൗണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, ആദ്യമായിട്ടാണ് നിങ്ങൾ സബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ സബ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരണ്ടേ നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണ്ട മാണി പിടിച്ച് കുലുക്കാത്തവരെ പിടിച്ച് കുലുക്കി വെക്കുക. ഓക്കെ, കാര്യത്തിലോട്ട് വരാം. ആരാണ് ഷെഫീന ബീവി? ആരും പേടിക്കേണ്ട, ഇത് ടൊൺ മോസിയല്ല, ഇതാണ് ഷെഫീന ബീവി. ഓക്കെ, കാര്യത്തിലോട്ട് വരാം. ഉള്ള കാര്യം പറയാം. പുള്ളിക്കാരിയുടെ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഒന്നും മനസ്സിലായില്ല ഈ തള്ളയുടെ സ്വഭാവം. സത്യം പറയാമല്ലോ, ഇവർ തന്നെ തൂറി വെക്കും, എന്നിട്ട് അവർ തന്നെ അതെടുത്ത് തിന്നും. സോറി കേട്ടോ, കുട്ടികൾ ആരെങ്കിലും അല്ലെങ്കിൽ വലിയ മുതിർന്ന ആൾക്കാർ ആരെങ്കിലും കഴിച്ചുകൊണ്ട് കാണുകയാണെങ്കിൽ ഒരിക്കലും എൻ്റെ വീഡിയോ കാണരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഈ ഷെഫീന ബീവിയിലോട്ട് വരാം. എന്നെയും കയറി പറയല്ലേ ഷെഫീന താത്ത അല്ല, അവളെ കൂട്ടി വിളിക്കണം. ചിരിക്കുമ്പോൾ പുതിയ എഫക്റ്റ് ഒക്കെ വരുന്നു, പനിയായോണ്ട്. ഞാൻ ഉരിയും, എനിക്ക് തുണി ഒരു ചുമ്മാ എന്നുവെച്ചാൽ, എന്താണ് ചേച്ചിയുടെ പ്രശ്നം, എന്താണ് ഈ മുതുക്ക് തള്ളയുടെ പ്രശ്നം, എന്താണെന്ന് നമുക്കിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, പറ. ഞാൻ കുറച്ച് ക്ലിപ്സ് ഞാൻ കാണിച്ചു തരാം. ഇവരുടെ ചില ക്ലിപ്സൊക്കെ യൂട്യൂബിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് റിയാക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒരു കൺക്ലൂഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഓക്കെ, ഷെഫീന ബീഡിക്കുറ്റി എന്ന് പറഞ്ഞ ഈ തള്ളച്ചി മഞ്ജു പിള്ള ചേച്ചിയുടെ മോളെ പറ്റി വളരെ വൃത്തികെട്ട രീതിയിൽ, വളരെ അസഹനീയമായി, ഇത് പുതിയ വാക്കാണെന്ന് പറഞ്ഞൂടെ, എന്നാലും കേൾക്കാൻ ഭയങ്കര അരോചകമായിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞത്. എനിക്കത് വീണ്ടും എടുത്ത് എൻ്റെ ചാനലിലിട്ടിട്ട് ഈ തള്ളച്ചീൻ്റെ കാര്യങ്ങൾ എനിക്ക് എടുത്തിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം വേണമെങ്കിൽ അവൾ വീണ്ടും പൊങ്ങച്ചെന്നടിക്കും. ഞാൻ അവളുടെ സാധനം എടുത്ത് ഇതിനകത്തിട്ടെന്നും പറഞ്ഞ്. എൻ്റെ ചാനൽ അത്രയും നല്ല ചാനലാ, വലിയ ചാനലേ. ഇനി എന്താണ് ഈ തള്ളച്ചി പറയുന്നത് നമുക്ക് നോക്കാം. മഞ്ജു പിള്ളയുടെ മകൾക്കെതിരെ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ചുവപ്പ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് അവൾ കയറി വന്ന് ഇരിക്കുകയാണ്. വല്ല കാളെ ഉണ്ടായിരുന്നേ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി കൊടുക്കായിരുന്നു, ഇടിച്ചോണ്ട് പോട്ടെല്ലാത്തിനും കൂടി. ഓക്കെ, പറ, എന്താണ്? എതിരെ എന്നല്ല, എതിരെയല്ലടി, നീ മുന്നേ നിന്നിട്ടായിരുന്നു നീ ഊമ്പിത്തരം പറഞ്ഞുകൊടുക്കുന്നത്. ഉള്ള കാര്യം പറയാലോ. കുട്ടി ചെയ്ത ഒരു വൃത്തികേടിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഞാൻ പബ്ലിക്കിലേക്ക് വന്ന് പറഞ്ഞിട്ട്. നീ ഇതെന്തുവാ പറയുന്നത്? എൻ്റെ ഉമ്മയുടെ പ്രായമുള്ളതുകൊണ്ട് ഞാൻ നിന്റെ ഉമ്മുമ്മാക്ക് വിളിക്കുന്നില്ല. പറയേണ്ട രീതിയിൽ പറയണം. അതിൽ പറയാനായിട്ടൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ കാര്യം അത് മനസ്സിലാക്ക്. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഈ ലോകത്ത് തന്നെ ജീവിക്കുന്നത്. ഞാനൊക്കെ ഇന്ത്യയിലായിപ്പോയി. ഞാൻ വല്ല ഇറ്റലിയിലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ നടക്കാനുള്ള ചെറുക്കനായിരുന്നെന്ന് അറിയാമോ? കുഴപ്പമില്ല, ഇതുങ്ങളുടെയൊക്കെ ഇടയിൽ തന്നെയല്ലോ നമ്മളെയൊക്കെ ഉണ്ടാക്കിയിട്ടെന്ന് ആലോചിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ലജ്ജ തോന്നുന്നത്. ഞാൻ എന്തോ വലിയ സംഭവം ചെയ്ത കണക്കാണ് ഈ പുള്ളിക്കാരി എന്ന് പറയുന്നത്. ഞാൻ മഞ്ജു പിള്ളയുടെ മകൾക്ക് എതിരെയല്ല, ഞാൻ മുൻപേ എന്ന് പറഞ്ഞതാണ്. എടി പോയി. ഇതിന് പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നതിന് കുഴപ്പമില്ല, ഇത് നാട്ടുകാരെ കാണിക്കാനല്ല. ഇത് ലിപ്സ്റ്റിക് ഇടുന്നത് അവർക്ക് പഞ്ചായത്ത് നിന്ന് അവാർഡ് കിട്ടാൻ വേണ്ടി. എതിരെ എന്നല്ല, ആ കുട്ടി ചെയ്ത ഒരു വൃത്തികേടിനെ ബേസ് ചെയ്ത്. വൃത്തികേടാ എടി, ആടലോടക പച്ചില ഫുണ്ടേ. ഒരു കാര്യം ചോദിക്കട്ടെ, വൃത്തികേട് എങ്ങനെയാവുന്നത്? ഞാൻ ഈ ഇന്ത്യയിൽ ജനിച്ചതിൽ എനിക്ക് ചില കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. സ്പോർട്സിൻ്റെ കാര്യം, ഡ്രസ്സിങ്ങിൻ്റെ കാര്യം, പല കാര്യത്തിൽ ചെയ്ത വൃത്തികേട്. ഇവളൊരു ചുരിദാർ ഇട്ട് വന്നിട്ട് നിനക്ക് എന്തുവാ പെണ്ണെ വേണ്ടത്? ഞാൻ വല്ല ഇറ്റലിയിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒരു നൂലിട്ടിട്ട് ഞാൻ നടന്നേനെ. ഞാൻ ഷഡിക്ക് പകരം ഞാനൊരു 2 നൂല് അപ്പുറം കറക്കിയിട്ട് ഞാൻ നടന്നേനെ. അവളെ വൃത്തികേട്. ഇവിടെ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ആ ഫോട്ടോഷൂട്ട് നമ്മൾ മറ്റുള്ള രാജ്യത്തെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചർ ബേസ് ചെയ്തെടുക്കുന്ന ചില പല കാര്യങ്ങളുണ്ട്, പല ഫോട്ടോഷൂട്ട്സ് ഉണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ വൃത്തികേട് അച്ചമ്പർപ്പൂ.
ഞാനേ ഒന്നും പറയുന്നില്ല, എനിക്ക് പനിയായിപ്പോയി. വായിൽ വരുന്നത് വെറും തുപ്പലും കഫവും കുറേ ഛർദിലുമായിപ്പോയി. അതിൻ്റെ കൂട്ടത്തിൽ നീയും ഉണ്ട് ഷെഫീന ബീഡി. മനസ്സിലാക്കാൻ വൃത്തികേടെന്ന്. ഒരു ഫോട്ടോഷൂട്ട് ചെയ്താൽ വൃത്തികേട്. നല്ല പ്രായമില്ലേ, ഇത്രയും വയസ്സായില്ലേ, തള്ളയായില്ലേ, മുതുക്കായില്ലേ, നിൻ്റെ പിന്നിൽ ഒരുപാട് മക്കൾ, ഒരുപാട് പരമ്പര ഇറങ്ങിയതല്ലേ. വൃത്തികേടെന്ന് പറയുന്ന ഒരു ഫോട്ടോഷൂട്ട് കണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന എന്താണെന്ന് ചിന്തിക്കാനുള്ളൊരു ബുദ്ധി ഇല്ലാതായിപ്പോയോ? ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലേ, കളിത്തോക്കൊന്നും അല്ലല്ലോ. എൻ്റെ പ്രതികരണം, താങ്കളുടെ ഒപ്പീനിയൻ കേൾക്കാൻ ഇവിടെ ആരുമില്ല. ആർക്കും താങ്കളുടെ ഒപ്പീനിയനുമായിട്ട് യോജിക്കാൻ താല്പര്യമില്ല. യോജിക്കുന്നവർ വെറും ഫേക്ക് അക്കൗണ്ട്സ് മാത്രമായിരിക്കും. ഓക്കെ, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു സ്പീച്ച് എല്ലാം ഉണ്ട്. നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വരെ ഉണ്ട്. എന്ന് വെച്ച് ഊമ്പിത്തരം പറയണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മിസ്സിസ്, നിൻ്റെ പേരെന്തുവാ വേണ്ടേ? വായിക്കൊള്ളാത്തൊരു പേരും എടുത്ത് വെച്ചിട്ട് എൻ്റെ ഉമ്മുമ്മയുടെ പ്രായമുണ്ട്, ഞാൻ അതുകൊണ്ട് ഒന്നും പറയില്ല. എൻ്റെ ഉമ്മുമ്മക്ക് ഈ ഒരു ശീലം ഉണ്ടായിരുന്നേ. അതുകൊണ്ട് മിസ്സിസ് ഷെഫീന ബീഗം, നീ പോയി ആ ദയാ സുജിത്ത് എന്ന് പറഞ്ഞ കൊച്ചിനെ പോയി നന്നാക്കേണ്ട കാര്യമല്ല. ആ കൊച്ചിനവിടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അവർക്ക് നോക്കാനുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. എല്ലാ സ്കൂളിലും കാണില്ല മറ്റേ ഫ്രീ പീരീഡ് വന്ന് പഠിപ്പിക്കുന്ന കുറേ മാത്സ് ടീച്ചർ. അതിൻ്റെ സ്വഭാവം എടുക്കരുത്. ആവശ്യമില്ലാത്ത സബ്ജക്റ്റ് കയറി നീ തൊടണ്ട. ആവശ്യമില്ലാത്ത സബ്ജക്റ്റ് കയറി തൊടണ്ട, പഠിപ്പിക്കണ്ട. ഓക്കെ, പഠിപ്പിക്കേണ്ട ടീച്ചർമാർ വന്ന് പഠിപ്പിച്ചോളും, കൂടുതലിട്ടുണ്ടാക്കണ്ട. ഓക്കെ, എന്താണ് നീ പറയാനുള്ളത്? ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കാന്ന് വെച്ചത്. പിന്നെ അല്ലാതെ ഊമ്പിത്തരം പറയുമ്പോൾ നമ്മളെല്ലാവരും അങ്ങ് സപ്പോർട്ട് ചെയ്ത് തരാം. ഷെഫീന ബീഗം, യു ആർ റൈറ്റ് പേഴ്സൺ. മഞ്ജു പിള്ള എനിക്കെതിരെ കേസ് കൊടുക്കും, മഞ്ജു പിള്ള എന്നെ മൂക്കി കയറ്റും എന്നൊക്കെ പറഞ്ഞു. കേറത്തില്ല. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഉത്ഭവം, അല്ലെങ്കിൽ ഒരു കണ്ടിട്ടില്ലേ മറ്റേ ഈ സ്പേസിൽ നിന്നൊക്കെ വന്ന് വീഴുന്ന ഓരോരോ സാധനങ്ങൾ പോലത്തെ നിന്നെ എങ്ങനെയാ മൂക്കി കയറ്റുന്ന? കേസ് കൊടുത്താലും ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം നിന്റെ അടുത്തിരിക്കുന്ന ജയിൽ മേറ്റ്സിൻ്റെ അടുത്ത് നീ പറയും, ഇതെന്തുവാ, ഇതെന്ത് ഡ്രസ്സാ, ജയിലിൽ ഇത്രയുള്ളതേ ഉള്ളോ, ഇത്രയുള്ളതുണ്ടോ? ഒരു കാര്യം ചോദിക്കട്ടെ, നീ ജനിച്ചു വന്നത്, നിന്നെ പ്രസവിച്ചിട്ടപ്പോൾ നിന്നെ ഷവർമ റോളുകളൊക്കെ പൊതിഞ്ഞിട്ടിട്ടാണ് വന്നത്. തുണിയില്ലാതെ തന്നെയല്ലോ എല്ലാവരും വന്നത്. ഈ തുണിയും മണിയൊക്കെ മനുഷ്യർ കണ്ടുപിടിച്ചല്ലേ, എന്ന് വെച്ച് തുണിയില്ലാതെ നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ മകൾക്ക് തുണിയൂരി കാണിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് തുണിയൂരി കാണിക്കലാണെന്നും എൻ്റെ മകളോ എൻ്റെ കുടുംബത്തിലുള്ളതോ എൻ്റെ ചുറ്റുമുള്ളവരോ വേറൊരു പെൺകുട്ടിയും അവളെ മാതൃകയാക്കരുതെന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിൽ നിക്ഷിപ്തമാണ്. എനിക്കത് പറയാനുള്ള ഇതുണ്ട്. എന്നാൽ നീ അങ്ങനെ പറ, എൻ്റെ മകൾ ഇത് കാണുമ്പോൾ എൻ്റെ മകൾക്ക് വല്ലാത്തൊരു കോരിത്തരിപ്പ് ഉണ്ടാകുന്നു, എൻ്റെ മകൾ അത് ഇടാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള രീതിയിൽ പറ. അല്ലാതെ നീ അവിടെ പറയുന്ന എന്തുവാ പറഞ്ഞു വെച്ചേക്കുന്നത്? ആദ്യത്തെ വീഡിയോയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ വെറും മോശമായിട്ട് ഒരു പെണ്ണിനെ ചിത്രീകരിച്ച് ആമ്പിള്ളേരെ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിടി, ആമ്പിള്ളേർ അത് ചെയ്യട്ടെ, ആമ്പിള്ളേർ ഇത് ചെയ്യട്ടെ, ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ വലിയ വലിയ വാചകങ്ങൾ വിടരുതേ മിസ്സിസ് ഷെഫീന ബീഗം. ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായ എൻ്റെ അമ്മ മനസ്സാണ്, ആ ദേഷ്യമാണ് വല്ലാണ്ട് ബ്ലാസ്റ്റായി നിങ്ങൾ കേട്ടോ. എനിക്ക് അമ്മ മനസ്സ്, അമ്മ മനസ്സെന്ന് ഞാൻ നോക്കട്ടെ, അമ്മ മനസ്സ് കാണിച്ചു തന്നേ. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതുകൂടെ ഊരിട്ടില്ല, എവിടെയാണെന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങൾ, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങൾ കണ്ടവന്മാർ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിനിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതൊക്കെ ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്നവരുടെ എല്ലാവരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ ഇതൊക്കെ? മിസ്സിസ് ഷെഫീന ബേബി, നീ തന്നെ ചിന്തിച്ചു നോക്കി, ഇത് അമ്മ മനസ്സാ? ഇത് അമ്മ മനസ്സല്ല, ഞാൻ ട്രിവാൻഡ്രത്താണ്, ഇത് വേറെ പല മനസ്സും എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എഴി തള്ളാവോ, ഞാൻ ഒന്നും പറയുന്നില്ല. അമ്മ മനസ്സൂലോ, അതിൻ്റെ ഇടയിൽ കാണട്ടെ, പിടിക്കട്ടെ ആൺകുട്ടികൾ, നിനക്ക് നല്ല ഷേപ്പുണ്ട്, പിടിക്കട്ടെ. ദയാ സുജിത്തിനെ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇവിടെ നമുക്ക് ഷെഫീന ബീവിനെ കൊണ്ടുവരാം. നീ അവിടെ ആമ്പിള്ളേരെ കൊണ്ടുവരാൻ വേണ്ടി ആമ്പിള്ളേരെന്തോ ഇത്? നമുക്കെന്ത് വിലയില്ലേ? നമ്മളെന്തുവാ പിടിക്കാൻ പറയുമ്പോൾ പോയി പിടിക്കാൻ വേണ്ടി നമ്മളാരും നിന്റെ റോബോട്ടാ? ആൺകുട്ടികൾ പിടിക്കട്ടെ, തടവട്ടെ. വെറുതെ വന്ന് നീ നിന്നാൽ പോലും നമുക്ക് തോന്നൂല അത്. ഷെഫീന ബേബി വന്ന് നിന്നാൽ നോ, നമുക്കത് വേറെ പണിയില്ല. നീ വന്ന് പറയുമ്പോൾ വന്ന് പിടിക്കാനും വന്ന് തലോടാനും അങ്ങനെ കാണുന്ന നീ ചിലപ്പോൾ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അങ്ങനത്തെ ആമ്പിള്ളേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ ചിലപ്പോൾ ഈ ബസ്സിൽ നീ പറയുന്നത് നേരെ ബസ്സിലോട്ട് കയറ്റി വിടാൻ പറയുന്നത്. എന്ത് ബസ്സിനകത്ത് ഇതാണോ നടക്കുന്നത്? നിന്റെ ചിന്താഗതി, ആൺകുട്ടികളോടുള്ള നിന്റെ ചിന്താഗതി, പുരുഷന്മാരുമായിട്ടുള്ള നിന്റെ ചിന്താഗതി നിന്നെ അല്ല, നിന്റെ കെട്ടിയവനെ പറയണം. നിനക്കുണ്ടായത് ആൺകൊച്ചാണോ പെൺകൊച്ചാണോ?
പെങ്കൊച്ചായ മോളെ നീ പെട്ടു, അല്ലാതെ ആങ്കൊച്ചാണെങ്കിൽ മോനെ രക്ഷപ്പെട്. ഉള്ള കാര്യം പറയല്ലോ, പെട്ടിയും കിടക്കയും എഴുതി രക്ഷപ്പെടാൻ നോക്ക്. ഇതിൻ്റെ അടുത്തൊന്നും പോയി സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതെന്താണ് ഇനി പറയാൻ പോണതെന്നോ നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഒന്നും നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല. അമ്മ മനസ്സ് പോലും, അമ്മ മനസ്സ് തങ്ങ മനസ്സ് ഇടിച്ച് കയറ്റി വെക്കണം ഇതെടുത്ത്. അവളെ അമ്മ മനസ്സ് പോലും. ഒരു പെണ്ണിനെ ഇത്രയും പേര് കാണുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ നാണമില്ലേടി തള്ളേ? അതുകൊണ്ട് ഞാൻ തള്ളക്ക് വിളിക്കുന്നില്ല. ഗപ്പ് ഗപ്പ് ഗപ്പ്. നിങ്ങൾ ചിലപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പേസിന്റെ ഇതൊക്കെ കൊണ്ടിട്ട് ഞാൻ തീരെ ചെറുപ്പമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ നല്ല വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അശ്ശടാ, മൂത്ത് നരച്ച് ഡൈ അടിച്ച് വെച്ചിട്ട് പറയണേ ഞാൻ അത്ര ചെറുപ്പക്കാരിയൊന്നുമല്ല, കുറച്ച് പ്രായമുണ്ടെന്ന്. ഇത് നമുക്ക് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവത്തുള്ളോ ചേച്ചി? അല്ല എനിക്കൊരു മൂത്തപ്പാടം മോനുണ്ടായിരുന്നേ, പുള്ളിക്കാരൻ മൂത്ത് കിടക്കുക, കല്യാണം കഴിക്കാതെ വേണമെങ്കിൽ കെട്ടിച്ചേരാം. അയ്യോ പാവം ചേച്ചി വിചാരിച്ച് നമ്മളങ്ങ് തെറ്റിദ്ധരിച്ചത് പാടത്, തെറ്റിദ്ധരിച്ചതൊന്നുമില്ല. തള്ളച്ചി, ഞാൻ ഈ വീഡിയോയുടെ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് തള്ള 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 തള്ളയെന്ന്. ഈ ഷെഫീന ബീബി എന്ന് പറഞ്ഞ ഈ പെണ്ണുപിള്ള ആദ്യമേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 20 മിനിറ്റ്. ആ വീഡിയോൻ്റെ ക്ലിപ്പാണ് ഇടയ്ക്ക് ഞാൻ കാണിച്ചത്. മറ്റേ അമ്മത്തോ എന്നൊക്കെ പറഞ്ഞ് നിന്ന് കൊടുക്കടി, ആമ്പിള്ളേർക്ക് നിന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ ആ ഒരു സാധനം 20 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. എങ്ങനെയെങ്കിലുമൊക്കെ തുടക്കം എങ്ങനെയെങ്കിലുമൊക്കെ കാണാം. ഒരു സ്ത്രീ തന്നെ ഇത്രയും അടിച്ചാക്ഷേപിക്കുമ്പോൾ, ഇത്രയും വൃത്തികെട്ട, ഇത്രയും വൾഗറായിട്ടുള്ള രീതിയിൽ ഇത് കേൾക്കുന്ന ഞാനൊരാണാണ്. എനിക്ക് തന്നെ അത്രയും അത് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ കാര്യമൊക്കെ കണ്ടിട്ടുള്ളവരുടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പക്ഷേ ഈ ഷെഫീന എന്ന് പറഞ്ഞ ഈ തള്ളച്ചിക്ക് അവക്കാണ് അങ്ങോട്ട് ഇളവുന്നത്. ഓ, അത്രയും വൾഗറായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാലല്ലേ നമുക്കത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗം ഉണ്ടാവും. ഒരു പെണ്ണിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ത് ഉപയോഗമാണുള്ള ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ നിനക്ക് അത്രയും നീ അമ്മ വാത്സല്യമാണെങ്കിൽ വിളിച്ച് പറ, എനിക്ക് മഞ്ജുപിള്ള ചേച്ചിയുടെ മോളെടുത്ത് സംസാരിക്കണം, മോളിങ്ങനെ ഡ്രസ്സ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ കയറി കുത്തുന്നുണ്ട്, എനിക്കാണെങ്കിൽ എവിടെയൊക്കെയോ കടിക്കുന്നുണ്ട്, കൃമികടിയാന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ സ്വന്തമായിട്ട് വിളിച്ച് പറ. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് ഇത്രയും വൃത്തികേട് ഇത്രയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് വലിച്ചു കീറിയിട്ട് അത് അമ്മ സ്നേഹമാണ്, അമ്മ വാത്സല്യമാണെന്ന് പറയുന്നത് വെറും കൂമ്പിത്തരമല്ലേ? അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാ കാറ്റഗറിയിൽ നിന്നും ആ പുള്ളിക്കാരിക്ക് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പയ്യനായിട്ടുള്ള ഞാനൊരു ആൺകുട്ടിയാണ്, അത് കണ്ടപ്പോൾ എനിക്കും പ്രതികരിക്കാൻ തോന്നി. എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല, ഒരു കൊട്ടേഷന് തന്നിട്ടില്ല. ഇതിനൊക്കെ ആരടാ കൊട്ടേഷൻ കൊടുക്കുന്നത്? ഈ പെണ്ണുപിള്ളേനെ സ്വയം വെടിവെച്ച് ചത്ത സാധനമാണ്. അങ്ങനത്തെ കാറ്റഗറിയിൽ വേണമെങ്കിൽ കൂട്ടാം. ആദ്യമേ തന്നെ ഒരു വലിയൊരു സാധനം എടുത്തിരുന്നു, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ആളുടെ ഒരു മോളെ എടുത്തിരുന്നു. എന്നാൽ പിന്നെ ലോകത്ത് എന്തുമാത്രം മോഡൽസ് ഉണ്ട്, ഇന്ത്യയിൽ എന്തുമാത്രം മോഡൽസ് ഉണ്ട്, മലയാളികളുണ്ട് മോഡൽസായിട്ട്. നീ പോയി ചെയ്യടി, നീ അവരെയൊക്കെ പോയി എല്ലാവരെയും പോയി വിലയിരുത്ത്, പോയി താരതമ്യം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യ്. എന്നാൽ നാളെ തൊട്ട് ഞാനും കുറേ ഇത് എടുത്തിട്ടിട്ട് വരാം. സോറി, ഐ ആം എ ബോയ്. എനിക്കിടാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനും ഇട്ട് കാണിച്ചേനെ. അപ്പോൾ പറയും അമ്മ വാത്സല്യമാണെന്നും പറഞ്ഞ് വരും തള്ള. വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു വീഡിയോ അത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഞാൻ നിന്ന് എടുത്തിട്ടുള്ളത്. എനിക്ക് പനിയാണ്. എന്നാലും ഒരിക്കലും ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. നിങ്ങൾക്ക് ജനിക്കാൻ പോണ മക്കൾക്ക് ആരും പോയി ഷെഫീന എന്നൊന്നും പേരിട്ട് കളയല്ലേ. അവൾ അമ്മ സ്നേഹം, അമ്മ വാത്സല്യം, അമ്മയുടെ നായര്. അപ്പോൾ അത്രേ പറയുന്നുള്ളൂ. സോ ഈ ഒരു വീഡിയോ കൊണ്ട് ഷെഫീന ബീഗം, ഷെഫീന ബീവി, ഷെഫീന എന്ത് ഒലത്തിയതായാലും കാണണം. മോൻ്റെ പ്രായമേ കേട്ടോ എനിക്ക്. ഇങ്ങനത്തത് വീണ്ടും പറയല്ലേ എൻ്റെ പൊന്ന് തള്ള. ഒരിക്കലും ആരെയും കുടുംബത്തിൽ ഇതുപോലെ വലിഞ്ഞു ചെന്ന് കയറി കൊടുക്കാതെ കേട്ടാ. ഇതുപോലത്തെ വെറും ഒരു തീട്ടാവാതെ. അത്രേ പറയുന്നുള്ളൂ. സോ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് കൂടുതൽ പറയാൻ വയ്യ, ഇവരെ കൂടുതൽ കാര്യമൊന്നും കേൾക്കാൻ വയ്യ. പറഞ്ഞ് എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. ഭയങ്കര ഡിസ്ഗസ്റ്റഡാണ്, ഭയങ്കര ഡിസ്റ്റർബ്ഡാണ് ഞാൻ. സോ അത്രേ പറയുന്നുള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഗുഡ് ബൈ. അത്രേ പറയുന്നുള്ളൂ. ലൈക്ക്, ഷെയർ, സബ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ശരി, ഗുഡ് ബൈ. ഞാൻ പോവാണ്. ബൈ.